നമ്മുടെ വടക്കനാര്യാട് ജുമാ മസ്ജിദിലാണ് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മണ്ണഞ്ചേരി 9ാം വാർഡിലാണ് ശ്രീ ഷൺമുഖവിലാസം ക്ഷേത്രം. പകൽപൂരത്തിന് വരുന്ന വിശ്വാസികൾക്ക് ശീതളപാനീയം നൽകി അവരുടെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പള്ളിയുടെ എല്ലാവരും ഉണ്ട്. നമുക്കപ്പോൾ ഇവരോട് ചോദിക്കാം, എത്ര വർഷമായിട്ടുണ്ട്? ഒരു 15 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 15 വർഷം. ഏകദേശം ഈ പൂരം തുടങ്ങുന്ന പിറ്റേ വർഷം പോലും അതിൻ്റെ ആദ്യത്തെ വർഷം തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്വീകരണ കാര്യങ്ങൾ അന്നിരുന്ന പരിപാലന സമിതി എടുത്ത് പെട്ടെന്ന് ഇവർ പൂരം വരുന്ന സമയമാണ്. അന്ന് ഒരു തുടക്ക സമയം എന്നുള്ള രീതിയിൽ ആദ്യം പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു തയ്യാറെടുപ്പില്ലല്ലോ. അങ്ങനെ ഞങ്ങളൊരു മിഠായി അന്നത്തെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്ന് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു മജീദ് സാഹിബാണ്. അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് കാലം ഇവിടെ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ആ ഒരു സമയത്ത് മജീദ് സാഹിബ് സെക്രട്ടറിയും അതുപോലെ സെയ്ദ് മുഹമ്മദ് വളയങ്കണ്ട പ്രസിഡന്റുമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്നേ വരെ മുടക്കമില്ലാത്ത രീതിയിൽ എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ പൂരം വരുമ്പോഴത്തേക്കും മധുരപാനീയങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ നമ്മൾ നബിദിന ആഘോഷവുമായിട്ടുള്ള ആ ഒരു ഘോഷയാത്ര കടന്നു ചെല്ലുമ്പോൾ അവരും ഇതുപോലെ തന്നെ ആ കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ പുത്തൻചന്ത ജംഗ്ഷനിൽ വെച്ചുകൊണ്ട് പായസ വിതരണവും വളരെ നല്ല രീതിയിലുള്ള ഒരു സ്വീകരണവും നമുക്ക് നൽകാറുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ടൊരു സൗഹാർദ്ദ അന്തരീക്ഷം നമ്മുടെ നാടിനും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ രാജ്യത്തിനൊക്കെ മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ ഇതാ കടന്നു വരികയാണ് ഷൺമുഖവിലാസം. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. സൗഹാർദ്ദ അന്തരീക്ഷം കൂടുതലായിട്ട് എല്ലാവരും സഹവസിക്കുന്ന ഒരു പ്രദേശമാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഏതാണ്ട് ഒരു 10,500ഓളം ആളുകൾ ഈ പൂരത്തിൽ പങ്കെടുക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടോട് അനുധാവനം ചെയ്യുന്നതും അത് കാണാനായിട്ട് വരുന്ന ആൾക്കാരും എല്ലാവരും കൂടി വരുമ്പോഴത്തേക്ക് ഏകദേശം 1,500-2,000 പേരോളം എപ്പോഴും ഇതിലുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തൊട്ടടുത്ത് വിരിശ്ശേരി ക്ഷേത്രമുണ്ട്, ഈ ഷൺമുഖവിലാസം ക്ഷേത്രം. ഇവിടെയൊക്കെ വരുന്ന വിശ്വാസികൾ ആദ്യം തന്നെ നമ്മുടെ പള്ളിയിലും അതുപോലെ പള്ളിക്കുറ്റിയിൽ നേർച്ച ഇട്ടുകൊണ്ട് ആണ് അവർ അങ്ങോട്ട് പോലും പോകുന്നത്. അത്രയും വലിയ ഒരു സൗഹാർദ്ദമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യമാണല്ലേ എല്ലാ മതവിഭാഗങ്ങളും തമ്മിൽ ഇത്തരത്തിൽ സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെ കഴിഞ്ഞു പോകണം എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും വലിയ ഒരു മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രദേശത്ത്. അത് അവരിൽ നിന്നും മറ്റ് സഹോദരങ്ങളിൽ നിന്നും എല്ലാം അങ്ങനെ എല്ലാവരും ഒരു സാഹോദര്യവും ബഹുമാനവും അതുപോലെ തന്നെ പരസ്പര വിശ്വാസവും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആ ഒരു രീതിയിൽ ആ ഒരു അർത്ഥത്തിൽ കാണുകയും കൂടി ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. എന്തായാലും വളരെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എല്ലാ മതവിഭാഗങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഒന്ന് തന്നെയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യമാണ് എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഈ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വടക്കനാര്യാട് ജുമാ മസ്ജിദിലാണ്. ഞാൻ യാദൃശ്യമായിട്ട് വരുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം കാണുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി. വടക്കനാര്യാട് ജുമാ മസ്ജിദ് ശ്രീ ഷൺമുഖവിലാസം ക്ഷേത്രയോഗത്തിന്റെ പകൽപൂരത്തിന് തന്ന ഇതിനുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഇതിന്റെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും മുത്തൻ സമുദായത്തിനും ഞങ്ങൾ തരുന്നു.